ഏതാണ്ടൊരു വർഷത്തിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് ഈ കാണുന്ന ചിഞ്ചുമോളുടെ. വയനാട്ടിൽ പഴയ വൈത്തിരിയാണ് ചിഞ്ചുവിൻ്റെ വീട്. അപ്പോൾ അവിടെ പോയപ്പോൾ വല്ലാത്തൊരു സാഹചര്യമായിരുന്നു. അവിടെ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയാണ് ചിഞ്ചുവിൻ്റെത്. അച്ഛനും അമ്മയും ഒരു ഏട്ടത്തി അടങ്ങുന്ന ഒരു ഫാമിലിയാണ്. പിന്നെ ചിഞ്ചു 2 പെൺകുട്ടികളാണ് ഇവർക്ക്. ഏട്ടത്തിൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ പോവുകയാണ്. അപ്പോൾ അച്ഛനിക്കാണെങ്കിൽ കാഴ്ച ബുദ്ധിമുട്ടാണ്. അങ്ങനെ കാഴ്ച പ്രശ്നം നല്ല രീതിയിലുണ്ട്. അമ്മയാണെങ്കിലും ആദ്യമൊക്കെ ജോലിക്കൊക്കെ പോയിരുന്നു. ഇപ്പോൾ വയ്യ, പല അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇവർ ആടിനെയൊക്കെ വളർത്തുന്നുണ്ട്. കുറച്ച് ആടിനെയൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഇവർ കഴിയുന്നത്. ഇവർ സ്ഥലം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ടൊരു ഏരിയ ആണ്. വീട്ടിൻ്റെ ആണെങ്കിൽ ഒരു തരത്തിലുള്ള പണിയും അവിടെ കഴിഞ്ഞിട്ടില്ല. തേപ്പ് പണി ഒരുപാട് ബാക്കിയുണ്ട്. അതേപോലെ നിലത്തിൻ്റെ പണിയില്ല. ചുരുക്കി പറഞ്ഞാൽ അവിടെ മര്യാദയ്ക്ക് ഇരിക്കാനുള്ള ഒരു കസേര പോലും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. വല്ലാത്തൊരു വിഷമം തോന്നി. അന്ന് ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമാണ്, ചിഞ്ചുമോളെ കല്യാണത്തിൻ്റെ ഡേറ്റ് ആകുമ്പോൾ പറയണം, നമുക്ക് അവൾക്ക് വേണ്ടിയിട്ട് കല്യാണത്തിൻ്റെ കാര്യങ്ങൾ എന്തുവാണെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് അന്ന് അവരോട് വാക്ക് കൊടുത്തിട്ടായിരുന്നു ഞാൻ അവിടുന്ന് പോകുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, നിങ്ങളോട് പറയാം, നിങ്ങൾ ഒരുപാട് പേരില്ലേ നമ്മളെ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്, നിങ്ങളെല്ലാവരും കൂടെ നിന്നാൽ നമുക്ക് ചിഞ്ചുവിൻ്റെ കല്യാണമൊക്കെ അടിപൊളിയായിട്ട് നടത്താം. അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ അവർക്ക് ആ വാക്കൊക്കെ കൊടുത്ത് വന്നത്. അപ്പോൾ ഇപ്പം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവളുടെ കല്യാണം ഉറച്ച് ഈ ഫെബ്രുവരി 23-ാം തീയതിയാണ് അവളുടെ കല്യാണം. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു അത്. ഞാൻ കുറച്ച് ഹോസ്പിറ്റൽ കാര്യത്തിലെല്ലാം ആയതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അടുത്താണ്, 2 ദിവസം മുമ്പാണ് അവിടെ പോകാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനിയാണെങ്കിൽ അധിക ദിവസം ഇല്ല, നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എന്തായാലും എനിക്കുണ്ട്. കാരണം എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ചെറിയ രീതിയിലൊരു റീല് പോലെ ഞാൻ ചെയ്തിരുന്നു. നമുക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ ആവശ്യമുണ്ട്. പെയിൻറ്റിങ് അറിയുന്ന കുട്ടികളെ വേണം, ഇലക്ട്രിക്കലിൻ്റെ പിന്നെ ക്ലീനിങ് അറിയുന്നവർ വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് ആളുകളൊക്കെ റെസ്പോൺസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളെന്തിനും റെഡിയാണ്, തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇലക്ട്രിക്കൽ വർക്കും കർട്ടൻ്റെ വർക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞ് ഒരാൾ വന്നിട്ടുണ്ട്. അവനെയും കൂട്ടിയിട്ട് ഇതാ ഇന്ന് ഞാൻ അവിടത്തേക്ക് പോവുകയാണ്. ആ പോകുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരുമൊക്കെ ചെയ്യും. അവിടെ പോയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് വയറിങ്ങിന് എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വരണം. എന്നിട്ട് വയറിങ്ങൊക്കെ അത്യാവശ്യം നമുക്ക് ചെയ്ത് കൊടുക്കണം. അവളുടെ റൂമിൽ ഫാനുണ്ട്, പക്ഷേ ഫാന് കറണ്ട് കുത്താനുള്ള വയറിങ് ഇല്ല. അപ്പോൾ ഒരു വയറിങ് ഇങ്ങനെ തൂങ്ങിയ രീതിയിലാണ്. അതിങ്ങനെ പിന്നെ എന്താ പറയുക, ഒരു എക്സ്റ്റൻഷൻ ബോർഡൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്തത്. നല്ല രീതിയിൽ വയറിങ് ഒന്നും കഴിയാത്തൊരു വീടാണ് ഇത്. കണ്ടില്ലേ, ചില ചുമരിൻ്റെ ചില ഭാഗങ്ങളിൽ തേച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് ഫുള്ളായിട്ട് തേച്ചിട്ടൊന്നും ഇല്ല. ഏതൊക്കെയോ കരാറൊക്കെ കൊടുത്തിട്ട് ആരൊക്കെയോ പറ്റിക്കുകയോ ഒക്കെ ചെയ്തതാണ് പാവങ്ങളാണ്. അപ്പോൾ ബാത്റൂമിലേക്കാണ് ഞാൻ പോകുന്നത്. ബാക്ക് സൈഡിലാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനാണെങ്കിൽ കതകും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഉള്ളിലൊരു ബാത്റൂമിൻ്റെ കാര്യമാണെങ്കിൽ ക്ലോസറ്റും വെച്ചിട്ടില്ല, ഒന്നുമില്ല. ഒരു ബാത്റൂം മുറി പോലെ അങ്ങനെ സെറ്റായി വെച്ചിട്ടേ ഉള്ളൂ. ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. ഇതാ ഈ കാണുന്നതാണ് ഇവിടെ പുറത്തുള്ള ബാത്റൂം കേട്ടോ. ഇങ്ങനെ ഒരു ഡോറൊക്കെ ഉള്ള ബാത്റൂം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞാലേ, നമ്മൾ വലിയ വലിയ വീടുകളും ആർഭാടമായിട്ടുള്ള കല്യാണങ്ങളൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ട് ഇവരെപ്പോലെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് കേട്ടോ. തീർച്ചയായിട്ടും ഇവരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. ഈ വീട്ടിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ കാണുന്ന രീതിയിൽ നിന്ന് മാറി കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പ് ഈ വീട് കണ്ടാൽ അവർക്കും നിങ്ങൾക്കും ഒക്കെ സന്തോഷം തരുന്ന രീതിയിൽ അതാക്കി മാറ്റണമെന്നുണ്ട്. പക്ഷേ എത്രത്തോളം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. തേപ്പ് പണിയൊന്നും ഇനി നമുക്ക് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ ഉള്ള സമയവും ഇല്ല. അതിനുള്ള പെട്ടെന്നൊക്കെ നടക്കുമെന്ന് അറിയില്ല. പക്ഷേ ഈ നിലത്തുള്ള ഇതുണ്ടല്ലോ, സിമൻറ്റ് പോലെയുള്ള, അവിടെ ഒരു കാർപ്പറ്റ് ഇട്ട് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ചെറിയ പൈസയേ ആവുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് വിചാരിച്ചാലൊക്കെ നടക്കും. ഒരു ജനലിനും പോളയും ഇല്ല, കർട്ടനും ഇല്ല, ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വീടിൻ്റെ ഉള്ളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, നല്ല എന്താ പറയുക, തേപ്പ് പണിയോ ഒന്നും കഴിയാണ്ട് നല്ല ബുദ്ധിമുട്ടിലാണ് ഇവരുള്ളത്. അപ്പോൾ ഇത് അമ്മയാണ്, തൊട്ടടുത്ത് നിൽക്കുന്നതാണ് അച്ഛൻ. അപ്പോൾ ചുമരൊക്കെ കണ്ടില്ലേ നിങ്ങൾ. ജനൽ കാണിച്ചു തരാം കേട്ടോ. ജനൽ ഇതെങ്ങനെയാണ്. ഇനി കർട്ടനൊന്നും ഇല്ല, പോളയും ഇല്ല. അത്യാവശ്യം ഫ്രണ്ടിലുള്ളതും പിന്നെ റൂമിലുള്ള ജനലിൻ്റെ പോള എങ്കിലും ഒന്ന് വിളിച്ചു കൊടുക്കണ്ടേ. ഈ റൂമാണ് ചിഞ്ചു മോളെ. ഈ റൂമിന് വാതിലില്ല. പിന്നെ വയറിങ്ങിൻ്റെ കാര്യം നോക്കി നോക്ക് നിങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് ബൾബൊക്കെ വെച്ച് നോക്കി നോക്ക്. നമ്മളെ സ്വിച്ച് ബോർഡിൻ്റെ സ്ഥലത്ത് കണ്ടോ, ഒരു ഒഴിവ് സ്ഥലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഫാനിൻ്റെ വയറിങ്ങനെ കെട്ടിത്തൂക്കിയതാ. അത് എക്സ്റ്റൻഷനിലേക്ക് ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവരണം, എന്നാലാ ഫാനൊക്കെ തിരിയും. ഈ റൂമിലൊരു കട്ടിലും ഇല്ല, കിടക്കയോ ഒന്നും ഇല്ല കേട്ടോ. നിലത്താണ് അവൾ കിടക്കുന്നത്. ഈ വീട്ടിലാകെ ഒരു കട്ടിലേ ഉള്ളൂ. പിന്നെ ചെയർ 2 സ്റ്റൂളേ ആകെ ഉള്ളൂ. അതിൽ ഒരു സ്റ്റൂള് എന്ന് പറഞ്ഞാൽ
ഇതാ കണ്ടില്ലേ, ഇവരിങ്ങനെ ഒരു പല വെച്ചിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി. ഇതായിരുന്നു കേട്ടോ അവരെ ബാത്റൂമിൻ്റെത്. പക്ഷെ അവിടെ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. ബാത്റൂമിൽ നിന്ന് ഒരു പേരേ ഉള്ളൂ, അവരുടെ ക്ലോസറ്റ് കാര്യങ്ങളൊന്നും വെച്ചിക്കില്ല, ആ രീതിയിലാണ്. പിന്നെ ഒരു സ്റ്റൂൾ കൂടി ഉണ്ട്, അതാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ പോലും നിന്നിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത്. കാരണം ഇരിക്കാനുള്ള സൗകര്യം അവിടെ ഇല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അവരെ സഹായിക്കാൻ മുമ്പോട്ട് വരണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവരുടെ ഗൂഗിൾ പേ നമ്പർ കാര്യങ്ങളൊന്നും വെച്ചില്ലായിരുന്നു. അപ്പോൾ ചിഞ്ചു മാരേജിൻ്റെ ഒരു ഫണ്ട് എന്നുള്ള രീതിയിൽ നമ്മളൊരു സ്കാനർ ഇതിൽ വെക്കുക. ആകുന്ന പോലെ നിങ്ങൾ സഹായിക്കണം. മാത്രമല്ല നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ ഇതുണ്ട്. നിങ്ങൾ എവിടെയാണ്, നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കടയിലോ എവിടെ വാങ്ങി വെച്ചാലും നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്തൊക്കെ കൊണ്ടുവരാം, കുഴപ്പമില്ല. പക്ഷെ അധികം ദൂരത്ത് ബുദ്ധിമുട്ടാവും കേട്ടോ. കോഴിക്കോട് വയനാടാണല്ലോ ഇവരെ സ്ഥലം. അപ്പോൾ കുറച്ച് അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു കട്ടിലും കിടക്കയൊക്കെ അർജൻറ്റായിട്ട് നമുക്ക് വേണ്ടിയുണ്ട്. അതിന് നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കണം. മോളെ നമ്മളൊക്കെ കാണലുണ്ട് അല്ലേ, മണവാട്ടീൻ്റെ ബെഡ്റൂമൊക്കെ ഏത് രീതിയിലുള്ള അലങ്കാരിച്ച ബെഡ്റൂമൊക്കെ നമ്മൾ കാണൽ. പക്ഷേ ഇവർക്ക് ആവശ്യം തന്നെ ഒരു കട്ടിൽ, ഒരു വാതിൽ, ഒരു കിടക്ക, അതൊക്കെയാണ്. പിന്നെ ഫാന് ഇട്ടാൽ കറങ്ങാൻ വേണ്ടിയിട്ട് ആ റൂമിൽ ചെറിയ രീതിയിലൊരു പെയിൻറ്റിങ്ങും ചെയ്ത് കൊടുത്താൽ അതങ്ങ് അടിപൊളിയാവും. ഇവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നല്ല രീതിയിലൊക്കെ എല്ലാ കാര്യങ്ങളും സെറ്റാവാൻ. അതെന്താ, നമുക്ക് മാത്രമാണോ ഇതൊക്കെ പറ്റുള്ളൂ? നമ്മളൊക്കെ ചേർത്ത് പിടിച്ചാൽ ഇതൊക്കെ നടക്കൂലേ? അപ്പം നിങ്ങൾ ഓരോരുത്തരും കൂടെ വേണം. എനിക്ക് ഇങ്ങനത്തെ ചാരിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്ത് യാതൊരു മുൻപരിചയവും ഇല്ല. നല്ല പേടിയുണ്ട്. ഇതിൻ്റെ പേരിൽ ആരെങ്കിലും നമ്മളെന്തെങ്കിലും പറയുമോ, ഇവരെ കാണിച്ച് എന്തെങ്കിലും ചെയ്ത്, അങ്ങനെയൊക്കെ പേടിയുണ്ട്. പക്ഷെ ആ പേടിച്ച് ചെയ്യാതിരുന്നാൽ ഇവർക്കൊന്നും കിട്ടൂല. അതുകൊണ്ട് ധൈര്യത്തിൽ ഇറങ്ങുകയാണ്. വരാൻ പോകുന്നത് എന്തായാലും എനിക്ക് പ്രശ്നമില്ല. നല്ല രീതിയിൽ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു എന്താ പറയുക, ആഗ്രഹത്തിൻ്റെ വരുത്താണ് ഇറങ്ങുന്നത്. അപ്പം നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ കൂടെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇവരുടെ കാര്യങ്ങൾ. കല്യാണത്തിന് മുമ്പ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കണം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുക. വേറെ എന്തായാലും പറയാനുള്ള ഒന്നും പറയാനില്ല. അപ്പോൾ ഇവരുടെ ഒരുപാട് ആവശ്യങ്ങളുടെ ലിസ്റ്റ് ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു മെയിനായിട്ടുള്ള വേറൊരു കാര്യമാണ്, നമുക്കൊരു ഡൈനിങ് ടേബിൾ വേണം. ഇവിടെ ഒരു ടേബിളില്ല. ഇപ്പോൾ ടേബിളും ചെയറും ഒന്നുമില്ല. നമുക്ക് എത്രയും പെട്ടെന്നൊരു ഡൈനിങ് ടേബിൾ വേണം, ചെയർ വേണം. പിന്നെ ബാത്റൂമിൻ്റെ പുറത്തുള്ള ഡോറ്, പിന്നെ റൂമിനുള്ള ഒരു ഡോറ്, കുറച്ച് കസേരകൾ, ഫുഡിൻ്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഇറച്ചിയും പിന്നെ ഭക്ഷണത്തിൻ്റെ അരിയും ഒക്കെ ആയിട്ടുണ്ട്. ഇനി പുറത്ത് ചെറിയൊരു പന്തൽ കെട്ടാൻ വേണ്ടിയിട്ട് വാടക സ്റ്റോറിലുള്ള ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറുണ്ട്. ഒരു പന്തലൊക്കെ നിങ്ങൾ ഇട്ട് തന്നാൽ ആ സ്ഥലമൊക്കെ നമുക്ക് കുട്ടികളൊക്കെ വിളിച്ച് റെഡിയാക്കി നല്ല അടിപൊളിയായി കൊടുക്കുക. ക്ലീനിങ്ങിനൊക്കെ ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കുട്ടികളൊക്കെ വിളിച്ചിട്ട് ഇൻസ്റ്റയിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ളവരൊക്കെ എന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ വയറിങ്ങിൻ്റെ കാര്യം, ഇന്ന് ഞാൻ ഒരാളെ കൂട്ടി പോകുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിയെന്ന് ആ ബ്രോനോട് ചോദിച്ചിട്ട് അതിൻ്റെ ലിസ്റ്റും അടുത്ത വീഡിയോയിൽ നിങ്ങൾ അറിയിക്കൂ. അപ്പം നിങ്ങളൊന്ന് തീർച്ചയായിട്ടും കൂടെ നിൽക്കണം. അതുപോലെ പെയിൻറ്റ്, ഈ വീട്ടിൽ അടിക്കാൻ ആവശ്യമായ പെയിൻറ്റ് എത്രത്തോളം വേണം എന്നുള്ളത് നോക്കണം. ഒരു പെയിൻറ്റിംഗ് ഒക്കെ അടിച്ചു തരാൻ കുട്ടികൾ റെഡിയാണ്, ഫ്രീ ആയിട്ട് അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂട്ടി പോയിട്ട് അത്യാവശ്യം പെയിൻറ്റൊക്കെ അടിക്കണം. സിമൻറ്റ് കട്ടയുമ്പോൾ പെയിൻ്റ് അടിച്ചാൽ നിൽക്കുമെന്ന് അറിയില്ല, ചില ഭാഗങ്ങളിൽ തേച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവിടെയും ജസ്റ്റ് ഒന്ന് അടിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് അച്ഛന് കാഴ്ച ബുദ്ധിമുട്ടാണ്. അച്ഛനിപ്പോൾ പണിക്ക് കാര്യത്തിനൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ മോളെ സന്തോഷം കണ്ടില്ലേ, അവളൊരു നിഷ്കളങ്കമായ മോളാണ് കേട്ടോ. ഒക്കെ ചിരിക്കാൻ മാത്രമേ അറിയൂ. നല്ലൊരു എന്താ പറയുക, നല്ലൊരു പഞ്ചപ്പാവാണ്, നല്ലൊരു മോളാണ്. നമ്മളെ സ്വന്തം വീടാണെന്ന് കരുതി നിങ്ങൾ ഒന്ന് കൂടെ നിൽക്കണം. ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ. പക്ഷേ ഇവരെ പോലെയുള്ള ആളുകളെ നമ്മൾ കാണാതെ പോകരുത്. ഈ കോലായിൻ്റെ എല്ലാം കോലം കണ്ടില്ലേ. അപ്പോൾ ഒരു കാർപ്പറ്റൊക്കെ ഇട്ട് ഇവിടെ പെയിൻ്റെല്ലാം അടിച്ച് ഈ ഫ്രണ്ടിൽ മാത്രം ഒരു ജനാലയൊക്കെ വെച്ചാൽ എന്ത് ഭംഗിയുണ്ടാവില്ലേ അവിടെ. അവരൊരിക്കലും ഒന്നും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് മോളെ കല്യാണം നല്ല രീതിയിൽ ഒരു 10-20 ആളെ വിളിച്ച് ജോലിക്ക് എന്തെങ്കിലും ഒരു ചോറ് പുറത്തുനിന്നൊക്കെ പാർസലൊക്കെ വാങ്ങി വെക്കുക എന്നൊക്കെയുള്ള ഐഡിയ അല്ലേന് ഞാൻ അവിടെ പോയപ്പോൾ അവരെ. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും വേണ്ട, അവസാനം ലാസ്റ്റ് മോളെ കല്യാണമല്ലേ, നമുക്ക് നല്ല രീതിയിൽ തന്നെ നടത്തണം, കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് പന്തലിടേണ്ടത്. അപ്പോൾ ഇവിടെ വിറകും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തു മാറ്റാൻ സുഖമില്ലാത്ത അമ്മയും അച്ഛനും ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ യുവാക്കൾ ചെറുപ്പക്കാർ വന്ന ഒരു 5 മിനിറ്റത്തെ പണി തികച്ചില്ല. അത് അവിടെ ഒന്ന് സെറ്റാക്കിയാൽ ഒരു പന്തലും കുറച്ച് ചെയറും ടേബിളൊക്കെ ഒരു വാടക സ്റ്റോറുകാരും നമ്മളെ കൂടെ നിന്നാൽ നമുക്കിതവിടെ ഇത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫണ്ട് പിന്നെ എല്ലാവർക്കും ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ 50 എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് അയക്കാൻ മനസ്സുള്ളവർക്ക് അത് അയക്കാം. ഇല്ലാത്തവർ വലിയ ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് ഓരോന്നിങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ സ്പോൺസർ ചെയ്താൽ നമുക്ക് കുറേ എളുപ്പമായിരുന്നു കേട്ടോ. കാരണം ആ ബെഡും പിന്നെ കട്ടിലും ഡൈനിങ് ടേബിളും ഡോറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ സ്പോൺസർ ചെയ്താൽ ഒരുപാട് നന്നാവുന്നു.
എന്തായാലും ഇനി അധിക ദിവസം ഇല്ല, ഞാൻ ഒന്നുകൂടെ ലിസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി എന്തൊക്കെയാണ് നമുക്ക് കിട്ടാൻ ബാക്കിയുള്ളത് എന്നുള്ള വിവരമൊക്കെ നിങ്ങൾ അറിയിക്കുക. മൊത്തത്തിൽ ഇവിടുത്തെ ഒരു സാഹചര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. നിങ്ങൾ കൂടെ നിൽക്കണം. നിങ്ങളെ മാത്രം വിശ്വസിച്ചാണ് ഇതൊക്കെ ഞാൻ ഏറ്റെടുത്തത്. പേടിയാകുന്നു കേട്ടോ, കാരണം എന്നെക്കൊണ്ട് ഇതൊക്കെ വലിയ ഡയലോഗ് ഇവരോടൊക്കെ പറഞ്ഞിട്ട് ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിലും വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു മോളെ കല്യാണത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അകമഴിഞ്ഞ് കൂടെ നിൽക്കണം. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എല്ലാവരുടെയും വേണം. ഓക്കെ, എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തുടർന്ന് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ അറിയിക്കൂ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും പറയൂ. അപ്പോൾ ഒന്ന് നിങ്ങൾ അതൊന്ന് സ്പോൺസർഷിപ്പൊക്കെ ഏറ്റെടുത്ത് മുമ്പോട്ട് വരണം എന്നെല്ലാവരോടും താഴ്മയായിട്ട് അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ നിർത്തട്ടെ. ഓക്കെ, നമുക്ക് തുടർന്ന് ഇനി കാര്യങ്ങൾ ചിഞ്ചുവിൻ്റെ വീട്ടിലെ കല്യാണ വിശേഷങ്ങളൊക്കെ തുടർന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ബൈ.